കർണാടക മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകളിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ ഡൽഹിക്ക് പോകും. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനാൽ മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം. സജു ചാമക്കാലയിലുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി. സജു, ഗുഡ് ഈവനിംഗ്. സ്വന്തം മകനെ മന്ത്രിയാക്കണം എന്നത് ഉൾപ്പെടെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം സങ്കീർണമായിരിക്കും നടക്കാനിരിക്കുന്ന ഈ മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ച? തന്റെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെച്ചത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, വ്യവസായം അല്ലെങ്കിൽ ജലസേചനം അടക്കമുള്ള പ്രധാനപ്പെട്ട 4 വകുപ്പുകളാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. ഈ വകുപ്പുകളിൽ ഏതെങ്കിലും അദ്ദേഹത്തിന് നൽകണം എന്നുള്ള കാര്യമാണ് ആദ്യമേ അദ്ദേഹം മുൻപോട്ട് വെച്ചത്. അതെന്തായാലും ഇപ്പോൾ അംഗീകരിച്ചിരിക്കണം. ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന കെ ജെ ജോർജ്, മലയാളിയായ കെ ജെ ജോർജ്, അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹത്തെ രാജ്യസഭാ സീറ്റിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ സിദ്ധരാമയ്യ വിഭാഗം ആലോചിക്കുന്നത്. പക്ഷേ അദ്ദേഹം മന്ത്രിസ്ഥാനം വിട്ടൊഴിയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കണമെന്ന് രാഹുൽ ഗാന്ധിയാണ് സിദ്ധരാമയ്യയോട് നിർദ്ദേശിച്ചതായാലും അതിലിപ്പോൾ ഇനിയും ചർച്ചകൾ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ചയിൽ സത്യപ്രതിജ്ഞയിൽ മന്ത്രിമാർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ആരൊക്കെയാണെന്നുള്ളതിലുള്ള അന്തിമ തീരുമാനമാകും നാളെ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ജൂൺ 16 ശേഷം നടക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ തന്റെ പക്ഷത്തു നിന്നാവണം എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ മുൻകൂട്ടി തന്നെ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ചർച്ചകൾ നാളെ പുരോഗമിക്കും. എന്തായാലും സിദ്ധരാമയ്യെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറല്ല. അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നാളെ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.